ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സിയ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്ലാസ് 9 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ സ്ട്രക്ചേഴ്സ് ഓഫ് ആറ്റംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ എടുക്കാനാണ്. ഇത് ഞാൻ കുറേ ആയി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 4 വരെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ട് 5 ആണ്, ലാസ്റ്റ് പാർട്ടാണ്. ഇതെനിക്ക് അധികമൊന്നും പാർട്ട് കുറച്ച് ആക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലോങ് ആയിട്ട് ചെയ്തത്. അപ്പോൾ ഇനി എന്തായാലും നിങ്ങൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം പാർട്ട് 3ഉം പാർട്ട് 4ഉം ഒക്കെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അത് കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ലിങ്ക് കൊടുക്കാം. അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ക്ലാസ് കാണുക. ഇത് നമ്മളുടെ ലാസ്റ്റ് പാർട്ടാണ്. ഇതുവരെ നിങ്ങൾ കണ്ടു തുടങ്ങുന്നുണ്ടെങ്കിൽ ഇതുവരെ കാണണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ആറ്റംസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റ് ഇൻ വെൻ ഓർബിറ്റ്സ് ഇൻ 2n². അതായത് n എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർബിറ്റ് നമ്പറാണ്. നമ്മൾ 2n² എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ 2 എന്തായാലും ഒരു നമ്പറാണ്, n ആയിരിക്കും നമുക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടാവുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർബിറ്റ് നമ്പറിനെയാണ് നമ്മൾ n എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു ചെറിയ ടാബിളാണ് നോക്കുന്നത്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓർബിറ്റ് നമ്പർ ഉണ്ട്, പിന്നെ നമ്മളുടെ ഷെല്ലിൻ്റെ നെയിംസ് ഉണ്ട്, പിന്നെ അതെന്താണ് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് 2n². അപ്പോൾ ഓർബിറ്റ് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. ഓർബിറ്റ് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. നമ്മളുടെ ഇവിടുത്തെ നെയിം, അതായത് ഷെല്ലിൻ്റെ നെയിം K ആണ്, K ഷെല്ലാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 × 1² = 2. ഇനി നിങ്ങൾക്ക് ഡൗട്ട് വേണ്ട, നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞു ഈ n എന്ന് പറയുന്നത് ഓർബിറ്റാണ്. ഇക്വേഷൻ എന്തായിരുന്നു? 2n² എന്നായിരുന്നു. 2 എന്നുള്ളത് അവിടെ മുന്നേ ഉണ്ട്. അവിടെ എന്തുണ്ട്? മുന്നേ നമ്മളുടെ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പർ ഉണ്ട്. അപ്പോൾ 2 ഇനി നമുക്കുണ്ടായിരുന്നത് n² ആയിരുന്നു. അപ്പം നമുക്കറിയാം നമ്മളുടെ ഓർബിറ്റ് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. ഓർബിറ്റ് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1² = 2. ഓക്കെ, ഇത് മനസ്സിലായോ? ഇനി അടുത്തത് നോക്കാം. ഇനി നമ്മൾ ഓർബിറ്റ് നമ്പർ 2 ആണ്. നമ്മളുടെ നെയിം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ ഷെൽ നെയിം എന്തായിരുന്നു? K ഷെല്ലായിരുന്നു. ഇനി നമ്മൾ പറയുന്നത് L ഷെല്ലാണ്. ഓക്കെ, L ഷെല്ല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 × 2² = 8. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ തന്നെയാണ് ഇവിടെയും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർബിറ്റ് നമ്പർ എന്ന് പറയുന്നത് n ആണ്. 2 എന്ന് നമ്മൾ ഓൾറെഡി അവിടെ ഉണ്ട്. ഇവിടുത്തെ ഓർബിറ്റ് നമ്പർ 2 ആണ്. അപ്പോൾ 2². ഓക്കെ, 2 × 2² ആണ്. നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർബിറ്റ് നമ്പർ നോക്കുക കേട്ടോ. ഇനി ഓർബിറ്റ് നമ്പർ അറിയില്ല എന്നുണ്ടെങ്കിൽ KLMN അറിയുന്ന കാര്യമാണ് നമ്മളുടെ ഓരോ ഷെല്ലുകൾ. അത് വെച്ച് നോക്കിയാൽ നമുക്ക് ഓർബിറ്റ് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഓർബിറ്റ് നമ്പർ 3 ആണെന്ന് വെച്ചോ, അപ്പോൾ നമ്മളുടെ നെയിം എന്ന് പറയുന്നത് M ആയിരിക്കും. ഈ M എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ, നമ്മൾ മുന്നേ പറഞ്ഞു 2 ആണ്. പിന്നെ നമ്മളുടെ ഓർബിറ്റ് നമ്പർ 3 ആണ്, 3² ആണ്. ഈ ആൻസർ എന്ന് പറയുന്നത് 18 ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കാം. 4 എടുക്കുകയാണ്. അതായത് നമ്മളുടെ ഷെൽ n എടുക്കുകയാണ്. നമ്മളിപ്പോൾ K ഷെൽ എടുത്തു, L ഷെൽ എടുത്തു, M ഷെൽ എടുത്തു, ഇപ്പം N ഷെൽ എടുത്തു. N ഷെൽ എന്ന് പറയുന്നത് നമ്മുടെ ഓർബിറ്റ് നമ്പർ 4 ആണ് വരുന്നത്. 2 × 4² ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ അതേപോലെ തന്നെ ചെയ്യുക. അതന്നെയാണ് ഇവിടെയും. നമ്മൾ എല്ലായിടത്തും അത് തന്നെയാണ് വന്നുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 32 എന്നുള്ളൊരു ആൻസർ കിട്ടും. അപ്പോൾ നമ്മുടെ K ഷെല്ലിൽ 2 ആണ്. മനസ്സിലായോ? K ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്ത് വന്നിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. L ഷെല്ലിൽ 8 ആണ്. M ഷെല്ലിൽ 18 ആണ്. പിന്നെ N ഷെല്ലിൽ 32 ആണ്. ഓക്കെ, ഇനി നമ്മൾ ഒരു ചെറിയ പോർഷനാണ്
ഇത് ഞാൻ വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാം. നോർമൽ ഫോളിംഗ് അപ്പ് ഓഫ് ഇലക്ട്രോൺസ് in higher energy orbit will take place only after the lower energy orbits are filled. നമ്മൾ പറഞ്ഞു KLMNOPQR KLMN അത്ര നമ്മൾ വിചാരിക്കുക. ഇതെന്താണ്? K എന്ന് പറയുന്നത് ഫസ്റ്റ് ആണ്, ഫസ്റ്റത്തതാണ്. അപ്പോൾ KL എന്ന് പറയുന്നത് സെക്കൻഡ് ആയിരിക്കും, അതായത് ഫസ്റ്റ് എനർജി ആണ്. പിന്നെ L എന്ന് പറയുന്നത് സെക്കൻഡ്, LMN അങ്ങനെ ഉള്ളത് ഓരോ തേർഡ് ഫോർത്ത് അങ്ങനെ ഇങ്ങനെ ഓരോ സെക്ഷൻ ആയിട്ടാവും ഇവർ ഉണ്ടായിട്ടുണ്ടാവുക. ഇനി നമ്മൾ പറയുന്ന കാര്യം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഇതിൻ്റെ ഓരോ റൂൾസ് ആണ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. ഒരു 3 റൂൾസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്ത് ചെയ്യാം? 3 റൂൾസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് നമ്മൾ മുന്നേ പറഞ്ഞ റൂൾസ് ആണ്. 2 റൂൾസ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു. ഇനി ഞാൻ മൂന്നാമത്തെ റൂളും കൂടി പറഞ്ഞുതരാം. ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റ് ഇൻ എ ഔട്ടർമോസ്റ്റ് ഓർബിറ്റ് ഓഫ് ആൻ ആറ്റം ഈസ് 8. ഓക്കെ, ഇത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഓർബിറ്റ് മൂന്നാമത്തെ ഷെല്ല് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു K ഷെല്ലുണ്ട്, L ഷെല്ലുണ്ട്, M ഷെല്ലുണ്ട്, അങ്ങനെയല്ലേ? അപ്പോൾ ഇവിടെ മൂന്നാമത്തെ ഷെല്ല് എന്ന് പറയുന്നത് M ഷെല്ലാണ്. ഈ M ഷെല്ല് എങ്ങനെ പോയാലും അതെന്ന് പറയുന്നത് 8 വരാൻ പാടുള്ളൂ, 8 വരാൻ പാടുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞത്. ഇനി നമുക്ക് ഫസ്റ്റ് തൊട്ട് ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാരണം പെട്ടെന്ന് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ കൂടെ എക്സാമ്പിൾസ് അതാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ചെയ്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നതാണ് നമ്മൾ ഓർബിറ്റ്. ഓക്കെ, ഇൻ ദ ഓർബിറ്റിൽ ഒരു ഓർബിറ്റിൽ തന്നെ 2n² എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ പറഞ്ഞു. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് എനർജി കുറവാണെങ്കിൽ ഓർബിറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇലക്ട്രോൺ ആയിരിക്കില്ല, ഫസ്റ്റ് ഇലക്ട്രോണിൽ കയറും. അതായത് എനർജി കുറവാണ് നമ്മളുടെ എനർജി കുറവാണ്. അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു സമയത്ത് നമ്മൾ കറങ്ങുന്ന ആ ഒരു ഓർബിറ്റിൽ ഫസ്റ്റ് ഇലക്ട്രോൺ വന്നെങ്കിൽ കയറും. അവിടെ എനർജി കുറവാണല്ലോ, അത് ജസ്റ്റ് നിങ്ങൾ തന്നെ മനസ്സിലാക്കി വെച്ചാൽ മതി. മൂന്നാമത്തെ നമ്മൾ പറഞ്ഞു നമ്മളുടെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ, അതായത് മൂന്നാമത്തെ വരുന്ന നമ്മളുടെ ഓർബിറ്റിൽ അവിടെ 8 ഇലക്ട്രോൺസിനെ കയറാൻ പറ്റൂ എന്നല്ല, അതിൽ 18 ഇലക്ട്രോൺസ് ഏറ്റവും കയറാൻ പറ്റുമെങ്കിലും അതിൽ മാക്സിമം എന്ന് പറയുന്നത് 8 ഇലക്ട്രോൺസിന് പറ്റുള്ളൂ. നമ്മൾ ആ ഒരു പറയുന്ന ഒരു ഫ്ലോയിൽ അത്ര ആളെ പറ്റുള്ളൂ. ഓക്കെ, അതിൽ 18 ആൾ കയറും, പക്ഷെ അങ്ങനെ പറ്റില്ല. അവർ 8 ആൾ പാടുള്ളൂ. 18 ആൾ കയറുമെങ്കിലും അവിടെ 8 ആൾ പാടുള്ളൂ. ജസ്റ്റ് നിങ്ങൾ അത് അത്ര മനസ്സിലാക്കിയാൽ മതി. ബാക്കി നമ്മൾ എക്സാമ്പിൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് ഒരു ബോക്സ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. എലക്ട്രോൺസ് അല്ല എലമെൻറ്റ്സ് ഉണ്ട്. എലമെൻറ്റ്സിൽ തന്നെ കുറേ എലമെൻറ്റ്സ് ഉണ്ട്. ഞാൻ ഓരോ എക്സാമ്പിൾ പറയുമ്പോൾ അതിനനുസരിച്ച്. പിന്നെ ആറ്റോമിക് നമ്പർ ഉണ്ട്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ് കോൺഫിഗറേഷൻ ഉണ്ട്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് അറിയാം, KLMN അതാണ് സംഭവം. OPQRക്കും കുറേശ്ശെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളുടെ ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജനിലെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. ആൻഡ് ദെൻ ആറ്റോമിക് നമ്പർ ഏതാണോ അതിൽ തന്നെയാണ് നമ്മളുടെ ഇലക്ട്രോൺസ് വരിക, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരിക 1 തന്നെയാണ്. ഓക്കെ, ഇത്ര മനസ്സിലായോ? നമ്മൾ ഹൈഡ്രജൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഈ ആറ്റോമിക് നമ്പർ തന്നെയാണ് നമ്മൾ ഇലക്ട്രോൺസും ഇതായിട്ട് വരിക. അപ്പോൾ രണ്ടും 1 ആണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് എത്ര ആളുണ്ട്? ഒരാളല്ലേ ഉള്ളൂ, ഒരാളല്ലേ ഇലക്ട്രോൺസ് ഉള്ളൂ. ഇനി കൺഫ്യൂഷൻ ആവണ്ട. ഇനി ഇത് വളരെ എളുപ്പമാണ്. നമ്മളെ K ഷെല്ലാണ് ഫസ്റ്റ് ഷെല്ല്. അതിൻ്റെ ഉള്ളിലേക്ക് ഉള്ള ഒരു ഇലക്ട്രോൺ പോകുന്നു. മനസ്സിലായോ? ക്ലിയർ ആയോ? ഫുൾ ഓൺ ക്ലിയർ ആയോ? എങ്കിൽ രണ്ടാമത്തെ നോക്കാം. ലിഥിയം നോക്കാം. നമ്മൾ ലിഥിയം എടുക്കുകയാണെങ്കിൽ
സോറി, രണ്ടാമത്തെ ലിഥിയം അല്ലല്ലേ, ഹീലിയമാണ്. ലിഥിയം ഉണ്ട്, ഹീലിയമാണ് രണ്ടാമത് വന്നിട്ടുള്ളത്. അതിൽ ആറ്റോമിക് നമ്പർ 2 ആണ്. അപ്പം നമുക്ക് ആലോചിച്ചാൽ തന്നെ കിട്ടുന്ന കാര്യമുള്ളൂ. നമ്മൾ ഇലക്ട്രോൺസ് എന്ന് പറയുന്നതും 2 ആയിരിക്കും. അപ്പോൾ നമ്മളുടെ കെ ഷെല്ലിൽ ആ രണ്ടാളും കൂടെ അങ്ങ് കയറിയിരിക്കും. ഓക്കെ, രണ്ടാളും കൂടെ അങ്ങ് കയറിയിരിക്കും. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, കെ ഷെല്ലിൽ രണ്ടാളെ പോവുള്ളൂ. രണ്ടാളെ പോളൂ. ഇനി കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഇനി ആൾ കൂടട്ടെ. അപ്പം നമുക്ക് പറഞ്ഞുതരാം. വളരെ എളുപ്പമാണ്. അപ്പുറത്തെ ആളിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ എന്തായി? രണ്ടാളെ കയറ്റി. നിങ്ങൾ രണ്ടാളല്ലോ. കെ ഷെല്ലിനോട് അടുത്തേക്ക് ഇവർ പറഞ്ഞു ഹീലിയം പോയി, ആറ്റോമിക് നമ്പർ 2 ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇലക്ട്രോൺസും 2 ആയിരിക്കും. അപ്പോൾ 2 ഇലക്ട്രോൺസും കൂടി കെ ഷെല്ലിൻ്റെ അടുത്ത് പോയിട്ട് കേശല എന്നെ ഇതിലേക്ക് കയറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ 2 ആളല്ലേ ഉള്ളൂ, എൻ്റെ അടുത്ത് മാക്സിമം 2 ആൾ പോവും, നിങ്ങൾ എന്തായാലും കയറിക്കോ എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യും? കേശല എന്ത് ചെയ്യും? കയറ്റും കേട്ടോ. ഇനി പറഞ്ഞത് ലിഥിയത്തിൽ 3 ആറ്റോമിക് നമ്പർ ഉണ്ട്. കൺഫ്യൂഷൻ ആയോ? ലിഥിയത്തിൽ 3 ആറ്റോമിക് നമ്പർ ഉണ്ട്. അപ്പോൾ ഇനിയാണ് ഇവിടെ ട്വിസ്റ്റ് വരുന്നത്. നമ്മളെ ഇലക്ട്രോൺസും 3 തന്നെ ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യും? കേശലിൻ്റെ അടുത്തേക്ക് ഇവർ 3 ആളും കൂടെ പോവാം. 3 ഇലക്ട്രോൺസ് നടന്ന് പോയിട്ട് ചോദിക്കും, കേശല എന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റുമോ, എന്നിട്ട് ഈ ഒരു സെക്ഷനിൽ കയറ്റുമോ? അപ്പോൾ പറയും 2 ആൾ കയറിക്കോ, ബാക്കിയുള്ളവർ എൽ ഷെല്ലിൽ പോവുക എന്ന് പറയും. അപ്പോൾ 2 ആൾ കയറും, എൽ ഷെല്ലിൽ 1 ആൾ കയറും. ഓക്കെ, ക്ലിയർ ആയോ ഗൈസ്? അപ്പോൾ അത്രയും. ഇനി അടുത്തത് ബെർലിയത്തിൽ 4 ആറ്റോമിക് നമ്പർ ഉണ്ട്. നമ്മളുടെ ഇലക്ട്രോൺസും എന്ന് പറയുന്നത് 4 ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? കെ ഷെല്ലിൽ 2 ആൾ പോവും, ആൻഡ് ദെൻ എൽ ഷെല്ലിൽ 2 ആൾ പോവും. അങ്ങനെ 4 ആൾ കയറിപ്പോയി. ഇനി കാർബൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 ആണ് നമ്മുടെ ആറ്റോമിക് നമ്പർ. അപ്പോൾ നമ്മളുടെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 6 ആയിരിക്കും. അപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്യും? കെ ഷെല്ലിൽ 2 ആൾ പോവും, ആൻഡ് ദെൻ എൽ ഷെല്ലിൽ 4 പേര് പോവും. ഓക്കെ, ഇനി ആരാണ്? ഓക്സിജൻ. ഇനി നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്സിജൻ ഉണ്ട്, ഓക്കെ, നൈട്രജൻ ഉണ്ട്, സോറി അതിന് മുന്നിലുണ്ടായിരുന്ന ആളാണ്. ബോറോൺ പറഞ്ഞിട്ടില്ല, ഫുൾ മിക്സ് ആയിക്കണ്. ബോറോൺ പറഞ്ഞിട്ടില്ല. ബോറോണിലെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 5 ആണ്, ആൻഡ് ദെൻ ഇലക്ട്രോൺസ് 5 ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? കെ ഷെല്ലിൽ എന്തായാലും എങ്ങനെ പോലും 2 ആൾ കയറുള്ളൂ, ബാക്കിയുള്ള 3 പേരെ അപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കും. ആൻഡ് ദെൻ ഓക്സിജൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ 8 ആണ് നമ്മളെ ആറ്റോമിക് നമ്പർ വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ പിന്നെ ഞാൻ റിവേഴ്സ് അടിക്കുന്നില്ല. ആറ്റോമിക് നമ്പർ ഏതാണോ അത് തന്നെയാണ് ഇലക്ട്രോൺസ്. അപ്പോൾ 8 തന്നെയാണ് ഇലക്ട്രോൺസ്. ഇനി നമ്മളിതിന് വീതിച്ചു കൊടുക്കുക. എന്തായാലും കെ ഷെല്ലിൽ 2 പേരെ പോകുള്ളൂ, 2 ആളോട് ആക്കുക, ബാക്കിയുള്ള 6 പേരെ എൽ ഷെല്ലിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ. ഇനി ഫ്ലൂറിനാണ്. ഫ്ലൂറിനിലെ നമ്മുടെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 9 ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോൺസും 9 ആയിരിക്കും. കെ ഷെല്ലിൽ 2 ആൾ പോകും, ബാക്കിയുള്ളതിൽ 8 ആൾ പോകും. നിയോണിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ 10 ആറ്റോമിക് നമ്പർ ഉണ്ട്, 10 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ആ 10 ഇലക്ട്രോൺസിൻ്റെയും കെ ഷെല്ലിൽ 2 ആൾ പോകും, നമ്മുടെ ബാക്കിയുള്ള എൽ ഷെല്ലിൽ 8 പേര്. ഇനി നമ്മൾ കുറച്ച് തല തിരിക്കുന്ന ആളെ കൊണ്ടുവരികയാണ്. പൊട്ടാസ്യത്തെ കൊണ്ടുവരികയാണ്. അപ്പോൾ ആളുടെ അടുത്ത് 19 ആറ്റോമിക് നമ്പർ ഉണ്ട്, അതായത് 19 ഇലക്ട്രോൺസ് ഉണ്ട്. ആളിങ്ങനെ വീതിക്കുകയാണ് കേട്ടോ. ഇലക്ട്രോൺസ് ഒക്കെ ഇങ്ങനെ നല്ല ഗുഡായിട്ട് വീതിച്ച് കൊണ്ടുവരികയാണ്. 2 എണ്ണം കെ ഷെല്ലിന് കൊടുത്തു. 2 ആളെ മാക്സിമം പോകത്തുള്ളൂ, അങ്ങനെ കൊടുത്തു. ആൻഡ് ദെൻ എൽ ഷെല്ലിൽ 8 പേരെ പോകത്തുള്ളൂ, അങ്ങനെ കൊടുത്തു. പിന്നെ എം ഷെല്ലിൽ ബാക്കിയുള്ള 9 പേരെ ഇട്ട് കൊടുത്തു. ഇപ്പം നമ്മളുടെ വർക്ക് കംപ്ലീറ്റ് ആയോ? അറിയാവുന്നവർക്ക് ചിലപ്പോൾ ഈ പടം എടുത്ത് കഴിഞ്ഞവർക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല, പക്ഷേ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ നേരത്തെ ഒരു 3 റൂൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ലാസ്റ്റത്തെ റൂളായിരുന്നു, അതായത് 3ാമത്തെ ഓർബിറ്റിൽ എന്ന് പറയുന്നത് മാക്സിമം 8 പേരെ പോകത്തുള്ളൂ എന്നല്ല നമ്മൾ പറഞ്ഞത്. 8 പേര് മതി, 8 പേര് കൊള്ളിച്ചാൽ മതി. അതിൽ 18 പേര് പോവുമെങ്കിലും അതിൽ 8 പേര് പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ 9 പേരില്ല, ഒരാൾ കൂടിയല്ലോ. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യും?
എന്ത് ചെയ്യും? നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഹീലിയം എടുത്തു. ഹീലിയത്തിൽ എന്താ ഉണ്ടായേ? 2 ആറ്റോമിക് നമ്പറേ ഉണ്ടായിട്ടുള്ളൂ, 2 ഇലക്ട്രോൺസേ ഉണ്ടായിട്ടുള്ളൂ. ഇവർ രണ്ടുപേരും നമ്മൾ എൽ ഷെല്ലിൽ പോയി. പക്ഷെ അങ്ങനെയാണോ ലിഥിയം എടുത്തപ്പോൾ നടന്നത്? അല്ല. ലിഥിയം എടുത്തപ്പോൾ എന്താ ഉണ്ടായി? അതിൽ 3 ആറ്റോമിക് നമ്പർ ഉണ്ട്, അതായത് 3 ഇലക്ട്രോൺസ് ഉണ്ട്. 2 പേര് എൽ ഷെല്ലിലും പോയി, 2 പേര് കെ ഷെല്ലിലും പോയി, ഒരാൾ എൽ ഷെല്ലിലും പോയി. അപ്പം എന്ത് ചെയ്തു? ഇയാളെടുത്തില്ലെങ്കിൽ മറ്റാളെടുത്തേക്ക് കൊടുക്കുന്ന ഒരു ഇതുണ്ടായി. അല്ല, ഇയാളടുത്ത് കൊള്ളൂരെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അതേപോലെ തന്നെ ഇവിടെ ചെയ്യാം. കെ ഷെല്ലിൽ എന്തായാലും മാക്സിമം 2 ആൾ പോകത്തുള്ളൂ. എൽ ഷെല്ലിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ 8 പേര് പോകും. ഇനി എം ഷെല്ലിലോ 18 പേര് പോവുമെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു? 8 പേര് അതിൽ ഇതാക്കാൻ പാടുള്ളൂ. അപ്പം 8 ആളവിടെ വെച്ചു. ഇനി അപ്പുറത്തൊരു ഷെല്ലുണ്ടല്ലോ, അയാൾക്ക് ഒരാളെ കൊടുത്താൽ പോരെ, പ്രശ്നം കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് പൊട്ടാസ്യത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പൊട്ടാസ്യം മാത്രമല്ല, ഇങ്ങനെ കൂടുതലായിട്ട് മൂന്നാമത്തേൽ 8നേക്കാൾ കൂടുതൽ വരുന്ന ഒരു കേസ് വരുമ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ, അങ്ങനെ ഈ രണ്ട് കാര്യമില്ല. ഇത് നമ്മൾ ഒരു പിക്ചറിലേക്ക് ഇതാക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഹീലിയം 1 ഹൈഡ്രജൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത് നമ്മളുടെ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ആറ്റോമിക് നമ്പർ 1 ആണ്, മാസ് നമ്പറും 1 ആയിരിക്കും. ഓക്കെ, ആറ്റോമിക് നമ്പർ 1 ആണ്, മാസ് നമ്പർ 1 ആണ്, അതുകൊണ്ട് ഇലക്ട്രോൺസ് 1 ആണ്. ഓക്കെ, ഇപ്പം ഇത് നമ്മൾ എങ്ങനെ വരയ്ക്കും എന്നാണ് ഇതൊരു ഫിഗറാക്കി മാറ്റാൻ പോവുകയാണ്. ഓക്കെ, ഒരു ഫിഗറാക്കി മാറ്റാൻ പോവുകയാണ്. ഇത് വരയ്ക്കാൻ ഫസ്റ്റ് നമ്മൾ ന്യൂക്ലിയസ് വരയ്ക്കണം. ഒരു ന്യൂക്ലിയസ് വരയ്ക്കണം. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ വിചാരിക്കും ഒരു പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രോട്ടോണും 0 ന്യൂട്രോണുമാണ്. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും ഇതെങ്ങനെ കണ്ടുപിടിച്ചെന്നുള്ള കാര്യം. അതായത് ഇതിൽ ഒരു പ്രോട്ടോണും 0 ന്യൂട്രോണും ആണെന്ന് ഇങ്ങനെ കണ്ടുപിടിച്ചു. അത് വളരെ 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 ഈസിയാണ്. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഫുൾ കൺഫ്യൂഷൻ ആവുമല്ലോ. ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഇവിടെ 5 ആണ്. മാസ് നമ്പർ ഇത് മറ്റേതാണ്. ഇവിടെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്, മാസ് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇവിടുത്തെ പ്രോട്ടോൺ എന്ന് പറയുന്നത് 1 ആയിരിക്കും. നമ്മൾ ന്യൂട്രോൺ കണ്ടുപിടിക്കാൻ, അതായത് നമ്മൾ ആറ്റോമിക് നമ്പർ ഏതാണോ അതാണ് നമ്മളുടെ പ്രോട്ടോൺ ആണല്ലോ. ന്യൂട്രോൺ കണ്ടുപിടിക്കാൻ ആറ്റോമിക് നമ്പർ മൈനസ് മാസ് നമ്പർ, അതായത് 1 - 1 0 ഈസ് ദ ആൻസർ. അപ്പം ന്യൂട്രോൺ 0യും പ്രോട്ടോൺ 1ഉം ആണ്. അത് നമ്മൾ ആ ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ അടയാളപ്പെടുത്താം. ഒരു ഓർബിറ്റ് വരയ്ക്കാം. അതിലൊരു ഒരു ഇലക്ട്രോൺ അല്ലേ, ഒരു ഇലക്ട്രോണും കൂടെ ഒരു ചെറിയ കുത്തിങ്ങനെ ഇട്ട്. അപ്പോൾ ഇതെന്തിനാ കുത്തിട്ട് കൊടുത്തത്? അല്ല, ഇതെങ്ങനെ കുത്തിട്ടു എന്ന് ഒന്ന് മതി എന്നെങ്ങനെ മനസ്സിലായി? നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞതാണ്, കുറേ പ്രാവശ്യം പറഞ്ഞതാണ് നേരത്തെ. നമ്മൾ ആറ്റോമിക് നമ്പർ ഏതാണോ അത് തന്നെയാണ് നമ്മുടെ ഇലക്ട്രോൺസിൻ്റെ നമ്പർ. ഓക്കെ, അങ്ങനെ കണ്ടുപിടിക്കാം. ഇനി ബോറോൺ 11ഉം 5ഉം ആണെന്ന് വിചാരിക്കാം. ഇവിടുത്തെ ആറ്റോമിക് നമ്പർ 5 ആണല്ലോ, മാസ് നമ്പർ 11 ആണല്ലോ. ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രോട്ടോൺസ് എന്ന് പറയുന്ന ആറ്റോമിക് നമ്പർ ഏതാണോ അതാണ് പ്രോട്ടോൺ നമ്പർ. അപ്പോൾ ഇവിടുത്തെ പ്രോട്ടോൺ നമ്പർ 5 ആണ്. ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാൻ നല്ല എളുപ്പമാണ്. ആറ്റോമിക് നമ്പർ എന്താണ് അതാണ് ആറ്റോമിക് നമ്പർ ഏതാണോ അതാണ് നമ്മളുടെ പ്രോട്ടോൺ എന്ന് പറയുന്നത് 5 തന്നെയാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ ടാസ്ക് ന്യൂട്രോൺ ആണ്. വലിയ ടാസ്ക് ഒന്നുമില്ല. 11 - 5 = 6. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കാം? നമ്മൾ ആദ്യം ഒരു ന്യൂക്ലിയസ് വരയ്ക്കുന്നു. പ്രോട്ടോൺ 5 ആണെന്നും ന്യൂട്രോൺ 5 ആണെന്നും വരയ്ക്കുന്നു. ഇവിടെ മനസ്സിലാക്കുന്ന കാര്യം ഇവിടെ 5 ആണ്. 5 എണ്ണം ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഉള്ള ഷെല്ലെന്ന് പറയുന്നത് കെ ഷെല്ലായിരിക്കും. 2 എണ്ണം പോവുള്ളൂ. ബാക്കി 3 എണ്ണം നമ്മൾ ബാക്കിയുള്ളതിൽ എവിടെ വയ്ക്കും? നിങ്ങളൊരു ടെൻഷനേ ആവണ്ട. നമ്മളെ ന്യൂക്ലിയസിൻ്റെ ചുറ്റിലൊരു ചെറിയ സർക്കിൾ വരയ്ക്കുക. അവിടെ 2 ഇലക്ട്രോണിനെ വരയ്ക്കുക. അത് കഴിഞ്ഞ് അതിനെക്കാട്ടി കുറച്ച് വലുപ്പത്തിൽ ഒരു ഇതും കൂടെ വരയ്ക്കുക, ഒരു ഓർബിറ്റും കൂടെ വരയ്ക്കുക. അതിൽ 3 ഇലക്ട്രോണിനെ വരയ്ക്കുക. അപ്പോൾ ഇത് കറക്റ്റ് ആവും കേട്ടോ.
അങ്ങനെയാണ് നമ്മൾ അത് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ K ഷെല്ലിൽ 2ഉം L ഷെല്ലിൽ 1ഉമാണ്. അപ്പം നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ള കാര്യം പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഒന്നും കൂടി ഒരു എക്സാമ്പിളും കൂടെ പറയാം. മാഗ്നീഷ്യം എടുക്കുകയാണെങ്കിൽ അവിടെ മേലെ 24, അപ്പോൾ നമ്മൾ ആറ്റോമിക് നമ്പർ 24 ആൻഡ് മാസ് നമ്പർ ആറ്റോമിക് നമ്പർ 12ഉം മാസ് നമ്പർ 24ഉമാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ഇതെങ്ങനെ വരയ്ക്കുക? അത് നമ്മൾ ഒരു ന്യൂക്ലിയസ് മുന്നേ തന്നെ വരച്ചാൽ നമുക്ക് കണ്ടുപിടിച്ചതിന് ശേഷം പറയാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പ്രോട്ടോൺ എന്ന് പറയുന്നത് 12 ആയിരിക്കും. അത് നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇലക്ട്രോൺ എന്ന് പറയുന്നത് 12 ആയിരിക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ന്യൂട്രോൺ ആണ്. 24 - 12 ആണ്. അതായത് ആൻസർ ഈസ് 12. അപ്പോൾ ഇവിടുത്തെ പ്രോട്ടോണും ന്യൂട്രോണും 12 ആണ്. പിന്നെ ഉള്ള ഒരാളും കൂടെ ഉണ്ടല്ലോ, ഇലക്ട്രോണും 12 ആണ്. 12 എണ്ണോ? ഇതിപ്പോൾ നല്ല കാര്യമല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം നമ്മളൊരു ന്യൂക്ലിയസ് വരയ്ക്കുക, അതിൽ അടയാളപ്പെടുത്തുക പ്രോട്ടോൺ 12, ന്യൂട്രോൺ അതായത് ഇങ്ങനെ 12p, അതേമാതിരി തന്നെ 12n. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? KLM, n വേണമെങ്കിൽ അതും കൂടെ കൊടുക്കും, പക്ഷെ ഇവിടെ എന്നിൻ്റെ ആവശ്യമില്ല. എന്താണ് കെയിൽ ആകെ 2 കൂടും, 2 കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് Lൽ 8 കൊടുക്കുക, ബാക്കി 2 ഉണ്ടാവും. ഇവിടുത്തെ നമ്മുടെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് 12 ആണ്, അത് മറക്കരുത്. അപ്പോൾ ഇവിടുത്തെ M എന്ന് പറയുന്നത് M എന്ന് K ഷെല്ലിൽ 2, L ഷെല്ലിൽ 8. നമ്മളുടെ ബാക്കി 2 ഉണ്ടാവും, അത് M ഷെല്ലിൽ കൊടുക്കാം. വളരെ ഈസിയാണ്. നമ്മളതൊരു ഫിഗറാക്കി മാറ്റുക. ഇപ്പം നേരം നമ്മൾ പഠിച്ച കാര്യം നമ്മളൊരു ചെറിയ ഫിഗറാക്കി മാറ്റുന്നു. ഇനി ഹീലിയം 1H1, 1H2, 1H3. ഓക്കെ, ഇത് തന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ശരിക്കും മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളതെല്ലാം സെയിം ആറ്റോമിക് നമ്പർ ഇവിടെ എല്ലാം സെയിം ആണ്, ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പറാണ്. പക്ഷേ ഒരേ തന്നെയാണ് എന്ന് വെച്ചാൽ ഒരേ എലമെൻ്റ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതായത് H1, 1H1, 1H2, 1H3. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരേ ഡിഫറെൻറ്റ് മാസ് നമ്പർ ആണെങ്കിലും ഒരേ ആറ്റോമിക് നമ്പറാണ്, സെയിം ആറ്റോമിക് നമ്പറാണ്. ഇതിനാണ് നമ്മൾ ഐസോടോപ്പ് എന്ന് പറയുക. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മളെ ക്ലാസ് കഴിഞ്ഞു. ഇത്രയാണ് നമുക്ക് ഈ പഠനത്തിൽ പഠിക്കാനുള്ളത്. ഐസോടോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ആറ്റംസ് ഓഫ് എ സെയിം എലമെന്റ്സ് ഹാവിംഗ് ദ സെയിം ആറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ ആർ കോൾഡ് ഐസോടോപ്പ്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ, സെയിം ആറ്റോമിക് നമ്പറുള്ള ഇതിൻ്റെ വ്യത്യാസം ഒരു സെയിം ആറ്റോമിക് നമ്പറാണ്, പക്ഷേ ഇതിൻ്റെ മാസ് നമ്പർ പലതാണ്. നമ്മൾ പറഞ്ഞു 1H1, 1H2, 1H3. അപ്പോൾ ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. അതോടെ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കഴിയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.